ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു തനി നാടൻ അടുക്കള. എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ തരുന്ന നല്ല നല്ല കമൻസ് എനിക്ക് ഒത്തിരി എനർജി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നല്ലൊരു എനർജറ്റിക് ഡ്രിങ്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും തനി നാടൻ അടുക്കളയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ആ ഡ്രിങ്ക് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ നല്ലതാണ്. അത് നല്ല രക്തസമ്മർദ്ദം ഉള്ളവർക്ക്, അതുപോലെ തന്നെ ബ്ലഡ് കുറവുള്ളവർക്ക്, ഉറക്കത്തിന് പ്രശ്നമുള്ളവർക്ക്, അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ ഭാഗമാകുക. അതിനോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ നമ്മുടെ ഹെൽത്ത് ഡ്രിങ്കിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ ഡെലീഷ്യസ് ആ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായി വരുന്നത് പാലാണ്. തിളപ്പിച്ചാറിയ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ സാധാരണ പാല് നമ്മൾ മേടിക്കുമ്പം കടയിൽ നിന്ന് മേടിക്കുന്ന പാലാണെങ്കിൽ ഒരു 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. കാരണം അതിൽ ഈ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ബദാമാണ്. ക്രഷ് ചെയ്തിരിക്കുന്ന ബദാം, ഒരു ടേബിൾ സ്പൂൺ ബദാമാണ് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ 3 ഡേറ്റ്സ്, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതുപോലെ ബദാം ശരിക്കും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അതുപോലെ നമുക്ക് ഹെൽത്തിനും നല്ല സാധനമാണ്. സ്കിന്നിനാണെന്നുണ്ട്. അതുപോലെ ഡേറ്റ്സ് ബ്ലഡ് കുറവുള്ളവർക്ക് നന്നായിട്ട് ബ്ലഡ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഉപകാരപ്രദമായ ഒരു സംഗതിയാണ്. കൂടാതെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് പൊതുവെ അറിയാം, ഏറ്റവും നല്ലൊരു മെഡിസിനാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. അത് നന്നായിട്ട് ഇളക്കിയെടുക്കും. ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ സ്കിന്നിന് വളരെയധികം യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ കഫക്കെട്ട്, കുഞ്ഞുങ്ങൾക്കൊക്കെ കഫക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മരുന്നായിട്ട് കൊടുക്കാറുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വരുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ ഫ്രഷ് കുരുമുളക് തന്നെ പൊടിച്ചതാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നമുക്ക് ഈ ചുമ അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മളിത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മാത്രമല്ല ഈ ഹൈപ്പർ ടെൻഷൻ അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അതുപോലെ യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ട്, ആരോഗ്യപരമായ ഒരു ശരീരം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഡ്രിങ്ക് നല്ല ഒരു ഇതാണ്. അതിനകത്ത് നമ്മൾ ഫൈനലി ചേർക്കുന്നത് തേനാണ്. തേന് ഒരു 2 സ്പൂൺ തേനാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 2 ചെറിയ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക. ഫ്രഷ് തേനാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ കടയിൽ നിന്ന് കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള തേനാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാരയോ മറ്റ് അങ്ങനെയുള്ള ഒരു വെല്ലം അതൊന്നും നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. ഈ ഡ്രിങ്ക് ശരിക്കും ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു മെഡിസിൻ തന്നെയാണ്. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈവനിങ്ങിൽ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം കിടക്കാൻ പോകുന്നതിന് മുമ്പാണ് ഇത് കുടിക്കേണ്ടത്. നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് നല്ല ഫലമുള്ളതാണ്. റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് പറയുന്നത്. നിങ്ങൾ ഈ ഡ്രിങ്ക് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ ബൈ.